നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ വിയോഗം മലയാളക്കല ഒരുപോലെ വേദനിപ്പിച്ചിരുന്നു. സിനിമയിലുള്ളവരും സാധാരണക്കാരുമെല്ലാം അദ്ദേഹത്തിന് ആദരാഞ്ജലി നേരാനായി എത്തിയിരുന്നു. പൊതുദർശനം വെച്ചപ്പോൾ ടൗൺ ഹാളിലും ആയിരക്കണക്കിന് പേരാണ് എത്തിയത്. പ്രിയപ്പെട്ട ശ്രീനിയെ കാണാനെത്തിയ സിനിമാ പ്രവർത്തകർ പോലും തിരക്കിണിയിൽ പെട്ടുപോകുന്ന കാഴ്ചയായിരുന്നു. ശനിയാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. ഞായറാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു സംസ്കാരം നിശ്ചയിച്ചിരുന്നത്. വീട്ടുമുറ്റത്തായിരുന്നു അന്ത്യവിശ്രമം ഒരുക്കിയതും. ഞായറാഴ്ച രാവിലെയായിട്ടും ജനപ്രവാഹമായിരുന്ന വീട്ടിൽ. പോലീസുകാർക്കൊപ്പമെത്തി സിനിമാ പ്രവർത്തനം തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുകയായിരുന്നു. അവസാനമായി കാണാനെത്തിയവരെല്ലാം മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടുന്നുമായിരുന്നു. സൂര്യയും പൃഥ്വിരാജും അടക്കമുള്ളവർ അതിരാവിലെ തന്നെ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. വികാരഭരിതനായിട്ടാണ് സൂര്യ സംസാരിച്ചത്. പൃഥ്വിരാജ് പിന്നാലെയും ക്യാമറയും മൈക്കുമായി നീണ്ടുവെങ്കിലും ഒന്നും സംസാരിക്കാതെ നടന്നു നീങ്ങുകയായിരുന്നു അദ്ദേഹം. ശ്രീനിവാസന്റെ സന്തത സഹചാരിയും അടുത്ത സുഹൃത്തുമായ സത്യനന്ദക്കാരൻ വീട്ടിലെത്തിയിരുന്നു. ഈ ഒരു സമയത്ത് എങ്ങനെ പ്രതികരിക്കണം, എന്തു പറയണം എന്നൊന്നും അറിയില്ല. ഒഴിഞ്ഞു മാറിയപ്പോൾ വീണ്ടും നിർബന്ധിച്ചോടെ ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം ശ്രീനിയെക്കുറിച്ച് പറഞ്ഞു. വാക്കുകൾ മുഴുവിപ്പിക്കാനാകാതെ അത് അവസാനിക്കുകയായിരുന്നു. അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ആകെ തകർന്നു പോയിരുന്ന വിനീതും ധ്യാനും. ചെന്നൈയിലേക്കുള്ള യാത്ര മതിയായിരുന്നു വിനീത് വിവരം അറിഞ്ഞത്. നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇട്ടിരുന്ന ഡ്രസ്സ് പോലും മാറ്റാതെയായിരുന്നു വരവ്. ഇതെങ്ങനെ അച്ഛന്റെ മരണത്തിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു എന്നായിരുന്നു വിമർശനങ്ങൾ. ഇത്ര ഡ്രസ്സിൽ നേരത്തെയും കണ്ടിട്ടില്ലെന്നതിനെക്കുറിച്ചും ചർച്ചകൾ അരങ്ങേറിയിരുന്നു. ധ്യാൻ ശ്രീനിവാസനാവട്ടെ ലൊക്കേഷനിൽ നിന്നായിരുന്നു വിവരം അറിഞ്ഞത്. കറുത്ത ഷർട്ടും മുണ്ടുമായിരുന്നു ധ്യാനിന്റെ വേഷം. അമ്മയും ചേട്ടനെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു ധ്യാൻ. പൊതുദർശനത്തിന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ധ്യാൻ എഴുന്നേറ്റില്ലെന്ന വിമർശനങ്ങൾ ഉയർന്നു. ജീവിതത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എല്ലാമായി അച്ഛൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് ചുറ്റും നടക്കുന്നത് അയാൾ അറിയണമെന്നില്ല. അത്രയേറെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഏതൊരാളും ചെയ്യുന്നതേ ധ്യാനും ചെയ്തുള്ളൂ. അവിടെ കൂടിയിരുന്നവരിൽ ആരോ എഴുന്നേറ്റപ്പോൾ എഴുന്നേൽക്കണമെന്ന് മുഖ്യമന്ത്രി ആംഗ്യം കാണിച്ചു എന്നായിരുന്നു ആരാധകരുടെയും കണ്ടെത്തൽ. ധ്യാൻ ചെയ്തതൊന്നും ഒരു തെറ്റുമില്ലെന്ന് ആരാധകർ പറഞ്ഞിരുന്നു. മലയാളം ഇതെന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നതായിരുന്നു വിമർശനങ്ങൾ. ഇത്രയേറെ ക്യാമറകൾ എന്തിനാണ് ഇവരെ ഫോക്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അന്ത്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും അവരുടെ സ്വകാര്യത മാനിക്കണമായിരുന്നു. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ രൂക്ഷ വിമർശനവുമായി സുപ്രിയ മേനോൻ ഉന്നയിച്ചത്. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ സ്വകാര്യതയിലേക്ക് മാനിക്കണം. തികച്ചും വ്യക്തിപരമായ ഒന്നാണ് ദുഃഖം. പ്രിയപ്പെട്ട ഒരാളെ മരണത്തിൽ ശാന്തമായി കരയാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരു കുടുംബം ശ്വാസം മുട്ടുന്നത് കാണേണ്ടി വരുന്നത് എത്ര വേദനാജനകമായ കാര്യമാണ്. എല്ലായിടത്തും ക്യാമറകളും മൊബൈൽ ഫോണുകളും മാത്രമാണ് കണ്ടത്. സെൽഫി എടുക്കാനും പ്രിയപ്പെട്ടവനെ അവസാനമായി കാണാനെത്തുന്ന താരങ്ങളെ പോലും കുറിച്ചായിരുന്നു എല്ലാവരും സംസാരിച്ചത് പോലും. സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിത വേർപാടിൽ അങ്ങേയറ്റ സങ്കടത്തോടെ പലരും അവിടെ എത്തിയത്. മരിച്ചുപോയവർക്കും അവർ ബാക്കി വെച്ചു പോയവർക്കും നമ്മൾ കുറച്ചുകൂടി മര്യാദ കാണിക്കേണ്ടതല്ലേ.